മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റില്ല. ഒരു പാസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കടലിൽ പണ്ട് വലിയ വലിയ കപ്പലുകളുടെയൊക്കെ നങ്കൂരമാണ്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു റസ്റ്റായിട്ട് അല്ലെങ്കിൽ തുരുമ്പ് കയറിയിട്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു തുരുമ്പും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ അതിൽ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ തന്നെ കുറച്ച് യൂറോപ്യൻസ് ഒക്കെ അതിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നു, എങ്ങനെ ഉണ്ടാ ഈ തുരുമ്പെന്നൊക്കെ അറിയാനായിട്ടേ. നമ്മൾ പിന്നെ തുരുമ്പ് കണ്ട് 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 തഴമ്പിച്ചല്ലേ. പിന്നെ നമ്മൾ ഈ മുമ്പിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ പോകുന്നത്, ഇനിയിപ്പോൾ ഞാൻ പോകുന്നത്, ഞാൻ മുമ്പ് കണ്ട ആ ഒരു വാട്ടർ ഫ്രണ്ടിനെ ഞാൻ പിന്നിട്ട് വന്നു. അതിപ്പോൾ നമ്മുടെ പുറകിലാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് താഴത്തെ ഒരു വാട്ടർ ഫ്രണ്ടിൻ്റെ താഴത്തെ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഏരിയയിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, അവിടെ എന്തൊക്കെയാണ് ഞാൻ കണ്ടത് എന്നറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു 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 ഞാൻ ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് നടന്ന് താഴേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ചെറിയൊരു പാർക്ക് ഏരിയ പോലെയാണ്. ഒരുപാട് കുട്ടികളൊക്കെ അവിടെ നമുക്ക് ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ കാണാം. അപ്പം നമ്മുടെ കുട്ടിക്കാലവും നമ്മളിങ്ങനെ പെയ്യെ പെയ്യെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ചെകഞ്ഞി കൊണ്ടുവരാനൊക്കെ ഈ ഒരു ഏരിയ നല്ലതാണെന്ന് എനിക്കങ്ങ് തോന്നി കേട്ടാ. അപ്പം ദേ ഞാൻ താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും പീസ്ഫുള്ളായിട്ട് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സൺബേൺ അടിച്ചിട്ട് ആ ഒരു ഒറിജിനൽ മാൾട്ടി സ്റ്റോൺസ് ഒക്കെ വെട്ടി തിളങ്ങുന്നുണ്ടോ. ഇതാണ് ആ ഒരു താഴത്തെ ഒരു ഏരിയ. ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അടിപൊളിയാണ്, നല്ലൊരു രസമാണ്, കാഴ്ചകൾ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വിൻഡ് ഭയങ്കര ഓവർ വിൻഡാണ്, കാര്യം കടൽ സൈഡാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഒറിജിനൽ വോയിസ് ഈ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല, ഈ ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റ് ആയിരിക്കും. അത് ഇപ്പം ഈ കാണുന്ന പോലെയൊക്കെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, വെട്ടിത്തിളങ്ങാണ്, കടലൊക്കെ തന്നെ വെട്ടിത്തിളങ്ങാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പുറകിൽ വരുന്ന ബിൽഡിങ്സിൻ്റെ ഷാഡോ വരുന്നുണ്ട്, നിഴൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് വെട്ടിത്തിളങ്ങുന്ന രീതിക്കുള്ള വെയിലടിക്കുന്നില്ല, അല്ലെങ്കിൽ ചൂട് വരുന്നില്ല. ചൂടെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഒരു വിൻ്റർ ടൈം ആണല്ലോ, ഒരുപാട് ചൂട് വരില്ല. പക്ഷേ ആ ഒരു 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 ലൈറ്റ് ബേൺ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും പറയണമല്ലോ. ഈ വീഡിയോ എനിക്ക് കട്ട് ചെയ്യാനേ തോന്നിയില്ല. നീ ഇപ്പം നമുക്ക് വീഡിയോ എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാൻ തോന്നുന്നത്, അത് ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. ഈ ഒരു ഷൂട്ട് ചെയ്ത ഒരു വ്ളോഗിൻ്റെ ഒരു ഭാഗവും എനിക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പ്രത്യേകിച്ച് തോന്നിയില്ല. കാര്യം അതെല്ലാം നിങ്ങൾ കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ താഴേക്ക് കുറച്ചും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് പോവാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രത്യേക രീതിയാണ്. അപ്പം ഞാനിങ്ങനെ വളരെ വളരെ ശ്രദ്ധിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. എങ്ങാനും സ്ലിപ്പായാലുണ്ടല്ലേ മലന്ന് ഊതി താഴെ വീഴും. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം ഇതുവഴിയൊക്കെ നമ്മൾ ഇറങ്ങി താഴേക്ക് പോകാൻ. അപ്പം നമ്മളിങ്ങനെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മുമ്പ് നടന്നു വന്ന ആ വാക്കുവയില്ലേ, അതാണ് നമ്മൾ ആ മുകളിൽ കാണുന്നുണ്ടോ, ആകാശം മുട്ട ഇരിക്കുന്നത്. ആ വാക്കുവയിലൂടെയാണ് നമ്മൾ ഇപ്പം താഴേക്ക് ഇറങ്ങി വന്നത്. ഇറങ്ങി വരുന്നതൊക്കെ രസമാട്ടാ. ഇപ്പം എങ്ങാനും സൈഡിലൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് ഒറ്റ വീഴ്ചയായിരിക്കും. പിന്നെ നമ്മുടെ കടലിന് നടുക്ക് മെഡിറ്ററേനിയൻ സീയുടെ നടുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മലന്ന് കിടക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വരണം. ഇതുണ്ട് ഇവിടെ ഒരു 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 മണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പള്ളിയുടെയൊക്കെയാണ്. ഞാൻ ഇച്ചിരി ലേശം സൂമാക്കി എടുത്താണ്. അപ്പം ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെയൊക്കെ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ കുറച്ചും കൂടെ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് ഫാമിലി ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് കുട്ടികളെയൊക്കെ ഇവിടെ ധൈര്യമായിട്ട് വിടുന്നു. കാര്യം ഇവിടെ എല്ലാ വോക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് കാണിക്കണം തോന്നി. അതായത് ഇതൊരു ബാൽക്കണിയാണ്. ഈ ഒരു ബാൽക്കണി സ്ട്രീറ്റിലേക്ക് നേരെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ നേരെ വെച്ചിരിക്കുന്ന ബാൽക്കണിയുടെ മുമ്പിലും ആ ഒരു പിടിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര സേഫായിട്ടാണ് ഇവർ. സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഷോട്ട് കാണിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു സ്ട്രീറ്റിലൂടെ, അല്ലെങ്കിൽ വല്ലറ്റയുടെ ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ വീണ്ടും മുന്നിലേക്ക് നടക്കുകയാണ്. ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്, ഇടം വലം റെസ്റ്റോറൻറ്റ്സ് ആണ്. നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു ഏരിയയിൽ റെസ്റ്റോറൻറ്റ്സ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കൈ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ നല്ലൊരു ഏരിയയാണ് മാൾട്ട എന്ന് പറയുന്നത്. ഞാൻ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്, ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ താഴേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ മുമ്പ് നടന്നു വന്ന ആ ഒരു ഭാഗം. പക്ഷേ ഇവിടെ നമ്മൾ സ്കിപ്പ് അടിച്ചാണ് നമ്മൾ താഴേക്ക് പോയത്. പക്ഷേ ഇതിന് നമ്മൾ ഓപ്പോസിറ്റ് മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ള നടത്തില്ല. ഇതൊരു റൗണ്ട് പോലെയാണ്. ഞാൻ വന്നത് റൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ നേരെ നമ്മുടെ ഈ ഒരു വാട്ടർ ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സീ ഫ്രണ്ടിലേക്ക് പോയി. ഇപ്പം നമ്മൾ വീണ്ടും ആ റൗണ്ട് ഇറങ്ങിയിട്ട് ഇതൊരു സർക്കിൾ പോലെയാണെന്ന് ഓർത്താൽ മതി.
അപ്പം ഞാൻ വീണ്ടും മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഇപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മരച്ചുവടുകളിലൊക്കെ ഇതൊരു 2, 3, 4 മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അതിന് നടുക്കൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിന് എന്ത് കൂടാന്ന് ഓർത്ത് നോക്കി. അത്രയും ഒരു തണലത്തൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് സ്ട്രീറ്റിലേക്കൊക്കെ നോക്കി. എന്താ പറയുക, ഒരു വീക്കെൻഡ് ആണല്ലോ, അപ്പം ബിസിനസ്സിനെ പറ്റിയോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതിനെ ഒരു വൈബാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതെന്നും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റൊരു ചർച്ചാണ്. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ അതിന്റെ അടുത്ത് പോയി നിന്നാൽ ആ ഒരു റെഡ് കാർ കിടക്കുന്നുണ്ടോ, അത് അതിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയ ആ ഒരു ചർച്ചിന്റെ. അപ്പൊ ആ ചർച്ചിന്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ആ ഒരു ചർച്ചിന്റെ വലിപ്പം എന്ന് പറഞ്ഞത്. ഇതിന് മുമ്പ് ഞാൻ ഷോട്ടൊക്കെ എടുത്തു. ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിട്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കൊള്ളാലോ, സംഭവം കൊള്ളാലോ. കാര്യം അന്നത്തെ കാലത്ത് ഈ ക്രെയിനൊന്നും ഇല്ലാത്ത കാലത്തെ ഇതൊക്കെ ഇവന്മാർ എങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ഈ ലോകത്തുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും ഭയങ്കര വാണ്ടർ അടിച്ച് നമ്മൾ നോക്കും. ഇവിടെ ഒരു ടൈമൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയൊരു ഒരു വാച്ച് ക്ലോക്ക് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജീസസിന്റെ ചെറിയൊരു ചെറുതല്ല കേട്ടോ, ഞാനിവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുന്ന ഇതൊരു വലിയൊരു സ്റ്റാച്ചു തന്നെയാണ് ജീസസിന്റെ നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇതിന്റെ ഒരു നമ്മൾ ഈ മലയാളത്തിൽ പറയും ആനവാതിൽ എന്നൊക്കെ പറയും പള്ളികളുടെ. അതിന് മുന്നിലെ ഏറ്റവും വലിയ വാതിൽ. ആ ഒരു വാതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളൊക്കെ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ, അവരുടെ വലിപ്പം വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നുള്ളൂ ആണ്. പിന്നെ ഇതിന് മുമ്പിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. പള്ളിയുടെ മുമ്പിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. അതിൻ്റെ ചുറ്റും ഫുള്ള് ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിംഗ്. ഇതെല്ലാം ഒറിജിനൽ മാൾട്ടീസ് ബിൽഡിങ്സ് ആണ്. അതാണ് ഈ ഒരു ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അല്ലെങ്കിൽ ആ ഒരു പഴയ കാലം എങ്ങനെയായിരുന്നോ ആ ഒരു കാലത്തിലൂടെ നമ്മൾ പുതിയ യുഗത്തിലൂടെ നടക്കുന്ന, അല്ലെങ്കിൽ പുതിയൊരു കാലത്തിലൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ഹിസ്റ്ററിയെ നശിപ്പിക്കാത്ത രീതിയിലാണ് എല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. അതൊരു രസമല്ലേ? പുതുതായിട്ട് വരുന്ന തലമുറക്കൊക്കെ ആണെങ്കിൽ ഇത് കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ പോലും ഇപ്പോൾ ഓർക്കുന്നില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളും ഓർക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു പണ്ടത്തെ ആളുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അതാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഏരിയാസിനെയൊക്കെ ഇപ്പം വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു സ്ഥലമാണ് മാൾട്ട എന്ന് പറഞ്ഞാൽ. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്പിൽ ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ മാൾട്ടയിലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഒരുപാട് വ്ലോഗുകൾ ചെയ്യുന്നത് പർട്ടിക്കുലറായിട്ട്. അപ്പം നമ്മൾ വീണ്ടും ഈ ഒരു മുകളിൽ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ നേരെ നടന്നിരുന്നത് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്കാണ്. അതായത് നമ്മൾ മുമ്പേ ആ ഒരു ആദ്യം കണ്ടൊരു വാട്ടർ ഫ്രണ്ട് ഇല്ലേ, ഞാൻ വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞ വാട്ടർ ഫ്രണ്ട് ഇല്ലേ, ആ ഒരു വാട്ടർ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് നമ്മൾ നടന്നിരുന്നത്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ എന്നല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പാണ്. ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഷോപ്പിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നി. ഒരുപാട് മുറികളൊക്കെ ഉള്ള ഒരു വലിയൊരു മുറികളെന്നല്ല, ഒരുപാട് ഷട്ടേഴ്സൊക്കെ ഉള്ള ഒരു വലിയൊരു മെഡിക്കൽ ഷോപ്പ്. അപ്പം ഇതിൻ്റെ ലെഫ്റ്റായിട്ട് നമ്മൾ ഈ കാണുന്നത് എല്ലാം ഷോപ്സാണ്, അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ ഞാൻ വന്ന സമയത്ത് സൺസെറ്റ് ആയി കേട്ടോ. ആ ഒരു സൺസെറ്റിന്റെ ബ്യൂട്ടി കണ്ടോ, ആ ഒരു ഒറിജിനൽ മാൾട്ടി സ്റ്റോണിലേക്കൊക്കെ വന്നിട്ട് ഈ ലൈറ്റ് തട്ടിയിട്ടുള്ള ആ ഒരു ഭംഗി കണ്ടോ, അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഞാൻ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്, ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ആ ഒരു ഫീൽ നിങ്ങൾക്കും എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ലോഗ്, അല്ലെങ്കിൽ മാൾട്ടയില തന്നെ ഈ ഒരു വ്ലോഗ് ഒരുപാട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇനി കാണിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് കാണിക്കാൻ വേണ്ടി കേട്ടോ, ഈ ഒരു സ്റ്റോണിന്റെ സൈസ് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി വിട്ടുപോയി. ആ ഒരു സ്റ്റോണിന്റെ സൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റീവെന്റ് അടിച്ച് കണ്ടാൽ അത് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ കൈ വെച്ചപ്പോൾ കണ്ടോ, അതിന്റെ മുകളിലേക്ക് എത്രത്തോളമാണ് അതിന്റെ വലിപ്പം. ഒരു ഒറ്റ മാൾട്ടി സ്റ്റോണിന്റെ വലിപ്പം കേട്ടോ ഞാൻ പറഞ്ഞു. എത്രയോ മാൾട്ടി സ്റ്റോൺ, അല്ലെങ്കിൽ ഈ ഒരു ക്രെയിൻ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഇവർ ഇത്രയും വലിയൊരു ബിൽഡിങ്സ് ഒക്കെ പണിത് വെച്ചു എന്ന് പറയുന്നതിന് നമുക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഞാൻ ഉടനെ തന്നെ അടുത്തൊരു പർട്ടിക്കുലർ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ, ബൈ.